എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളായ സൗദി അറേബ്യയും UAEയും തമ്മിൽ അപ്രഖ്യാതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ യുദ്ധം ഇപ്പോൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ നിന്നും UAEയിലേക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ പണമിടപാടുകൾ വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ സൗദി അറേബ്യ തടസ്സപ്പെടുത്തുന്നതായും തിരിച്ചയക്കുന്നതായിട്ടുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദി സെൻട്രൽ ഗവൺമെന്റ് ഇത് വെറും സാങ്കേതികമായ തടസ്സം മൂലമാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിന്റെ സാമ്പത്തിക തലസ്ഥാനമാകാൻ വേണ്ടി സൗദി അറേബ്യയും അബുദാബിയും തമ്മിൽ മത്സരിക്കുന്ന തീക്ഷ്ണമായ ഒരു വടംവലിയുടെ ഭാഗമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്. പതിറ്റാണ്ടുകളായി സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായിരുന്ന ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രയധികം വഷളാകുന്നതിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ അടിവേരുകൾ നീണ്ടുപോയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. അവിടെയാണ് നമ്മുടെ എല്ലാവിധ വളർച്ചകളുടെയും കാമ്പുള്ളത്. അത് കരിഞ്ഞുണങ്ങിയാൽ നമ്മൾ ഇല്ലാതാകും. അതുകൊണ്ട് ഈ റിപ്പോർട്ടിനെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് യമൻ ആഭ്യന്തര യുദ്ധത്തിൽ പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളുടെയും വ്യത്യസ്തമായ നിലപാടുകളാണ്. യമനിലെ ഇറാൻ അനുകൂലികളായ ഹൂതി വിമതർക്കെതിരെ പോരാടുന്ന അവിടെ ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സഖ്യസേന രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ UAEയും സൗദിയും എല്ലാം ഉണ്ട്. എന്നാൽ യുദ്ധം മുന്നോട്ട് പോയതോടെ ഇതിൽ നിന്നും പല രാജ്യങ്ങളും പിന്മാറുകയും സൗദി മാത്രമാവുകയും ചെയ്തു. തന്നെയുമല്ല UAE ഈ ഹൂത്തികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ നിന്നും മാറി അവർ മറ്റൊരു തലത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കാനുണ്ടായത്. ഇന്ന് ഹൂത്തികൾ ഒഴിച്ചുള്ള യമനിലെ രണ്ട് പ്രധാന ശക്തികളെയാണ് സൗദി അറേബ്യയും UAEയും പിന്തുണയ്ക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട യമൻ ഗവൺമെന്റിനെയാണ് സൗദി അറേബ്യ പിന്തുണയ്ക്കുന്നത്. സൗദി അറേബ്യ ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നത് തങ്ങളുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന യമനിൽ ഒരു സുസ്ഥിര ഗവൺമെന്റ് ഉണ്ടാവേണ്ടത് സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്ക് വളരെ അനിവാര്യമാണ്. എന്നാൽ UAE പിന്തുണയ്ക്കുന്നത് ഈ ഗവൺമെന്റിന്റെ വിമത ഗ്രൂപ്പായ STC എന്ന സായുധ ഗ്രൂപ്പിനെയാണ്. STC എന്നാൽ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്നാണ് അർത്ഥം. യമനെ വീണ്ടും പഴയതുപോലെ വടക്കൻ യമനെന്നും തെക്കൻ യമനെന്നും രണ്ടായി വിഭജിക്കണം എന്നാണ് STCയുടെ പ്രധാന ആവശ്യം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ആവശ്യം ഉന്നയിക്കുന്ന STCയെ പിന്തുണച്ചാൽ ഏതൻ തുറമുഖം ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ തെക്കൻ മേഖലകളിൽ സ്വാധീനമുറപ്പിക്കാൻ UAEക്ക് വളരെ എളുപ്പമാകും എന്നത് മനസ്സിലാക്കിയാണ് UAE STCക്ക് വൻതോതിൽ പണവും ആയുധങ്ങളുമൊക്കെ നൽകി സഹായിച്ചു വരുന്നത്. എന്നാൽ യമൻ വിഭജിക്കപ്പെടുന്നത് സൗദിക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കുക. അതിർത്തിയിൽ കൂടുതൽ അസ്ഥിരത ഉണ്ടാകുമെന്നും അത് ഹൂത്തികൾക്ക് കൂടുതൽ കരുത്ത് പകരുമെന്നുമൊക്കെയാണ് സൗദി ഇതിന് കാരണമായി പറയുന്നത്. ഒരേ യുദ്ധമുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ പരസ്പര വിരുദ്ധമായ താല്പര്യങ്ങളുള്ള ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതാണ് റിയാദും അബുദാബിയും തമ്മിലുള്ള രാഷ്ട്രീയ അകലം ഇപ്പോൾ വളരെയധികം വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ കടുത്ത ബിസിനസ് മത്സരവും നടക്കുന്നുണ്ട്. സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ വിഭാവനം ചെയ്ത വിഷൻ 2030 ഇതിന്റെ കേന്ദ്ര ബിന്ദു. എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും മാറിക്കൊണ്ട് ലോകത്തിന്റെ പുതിയൊരു ബിസിനസ് ടൂറിസം ഹബ്ബായി സൗദിയെ മാറ്റുകയാണ് ഈ രാജകുമാരന്റെ വിഷൻ 2030 എന്ന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി സൗദി നടപ്പിലാക്കിയ പുതിയ നിയമം UAEയുടെ സാമ്പത്തിക അടിത്തറയെ തകർക്കും എന്ന ഭയം ഇപ്പോൾ UAE ഭരണകൂടത്തെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. ഈ നിയമം മൂലം വിദേശ കമ്പനികൾക്ക് സൗദി ഗവൺമെന്റിന്റെ വൻകിട പ്രൊജക്ടുകളുടെ കോൺട്രാക്റ്റുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ പ്രധാന ഓഫീസ് അഥവാ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് റിയാദിലേക്ക് മാറ്റണം എന്നാണ് സൗദി വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ സൗദിയുടെ ഏതെങ്കിലും ഭാഗത്ത്, പക്ഷേ ഹെഡ് ഓഫീസ് ഇവിടെ ആയിരിക്കണം. ഇത് ദുബായ്ക്ക് വലിയ അടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം പതിറ്റാണ്ടുകളായി ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വൻകിട ആഗോള കമ്പനികളുടെ പ്രധാന ഓഫീസുകളെല്ലാം അവർ സൗദിയിലേക്ക് മാറ്റാൻ നിർബന്ധിതമായി. ഓഫീസുകൾ മാത്രമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റാഫുകളെ കൂടി അവർ സൗദിയിലേക്ക് മാറ്റി. ഇത് ദുബായിയുടെ ബിസിനസ് കുത്തക തകർക്കാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം സൗദി ഉണ്ടാക്കിയ ഒരു നിയമമാണ് എന്നാണ് ദുബായ് ഭരണാധികാരികൾ കുറ്റപ്പെടുത്തുന്നത്. ഇത് സൗദി അറേബ്യയുടെ വലിയ തോതിൽ അവർക്ക് വൈരാഗ്യത്തിന് കാരണമായി. ഇനി അത് മാത്രമല്ല, ദുബായ്ക്ക് വീണ്ടും അടിയാകുന്നത് ആഗോളതലത്തിൽ ദുബായിയുടെ പ്രധാന കരുത്തായ എമിറേറ്റ്സ് എയർലൈൻസിനോട് നേരിട്ട് മത്സരിക്കാൻ വേണ്ടി സൗദി അറേബ്യ റിയാദ് എയർ എന്നൊരു പുതിയ ആഗോള എയർലൈൻ സ്ഥാപിച്ച് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന വ്യോമയാന കേന്ദ്രമായിരുന്ന ദുബായിയുടെ കയ്യിൽ നിന്നും ആ സ്ഥാനം തട്ടിയെടുത്തുകൊണ്ട് അതിനെ റിയാദിലേക്ക് മാറ്റുക എന്നൊരു തന്ത്രമാണ് സൗദി അറേബ്യ ലക്ഷ്യമാക്കുന്നത്. ഇതൊക്കെ ദുബായ്ക്ക് വലിയ അടികളാണ്.
കാരണം ഇപ്പം വിദേശത്തു നിന്നൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ദുബായിൽ ലാൻഡ് ചെയ്യണം, എന്നിട്ടേ ഉള്ളൂ നമുക്ക് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോകാൻ പറ്റുള്ളൂ. അതിനി ദുബായിലോട്ട് ഇറങ്ങണമെന്നില്ല, അവർക്ക് നേരെ സൗദിയിൽ ഇറങ്ങാൻ കഴിയും. ദുബായിക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ സൗദി വഴി യാത്ര ചെയ്യാം. ഇത് ദുബായിയുടെ ആ പവറിനെ രണ്ടായി വിഭജിക്കുന്നതിന് തുല്യമായൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ദുബായ് തകർന്നു പോകും എന്നൊന്നും അർത്ഥമൊന്നുമില്ല കേട്ടോ. പിന്നെയുള്ള പ്രധാന തർക്കം ആഗോള എണ്ണ വിപണിയെ നിയന്ത്രിക്കുന്ന ഒപെക് സഖ്യത്തിലെ ഭിന്നതകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യയാണ് ഒപെക്കിലെ തീരുമാനങ്ങൾ നിയന്ത്രിക്കുന്നത്. എണ്ണവില വലിയ തോതിൽ ഇടിയാതിരിക്കാൻ വേണ്ടി അതിന്റെ ഉൽപാദനം കുറയ്ക്കണമെന്ന നിലപാടാണ് സൗദി പൊതുവെ സ്വീകരിച്ചു വരുന്നത്. എന്നാൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാണ് UAE അവരുടെ രാജ്യത്തേക്ക് നടത്തിയിരിക്കുന്നത്. കൂടുതൽ എണ്ണ എടുത്ത് വിറ്റ് കാശാക്കണം. എന്നാൽ ഒപ്പക്കിലെ ഈ നിയമം കാരണം UAEക്ക് ഒരു പരിധിയിൽ കഴിഞ്ഞ് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല. അവർക്ക് തോന്നിയ മാസം ആർക്കും കൊണ്ട് എണ്ണ വിൽക്കാൻ കഴിയില്ല. ഒപ്പക്കിൽ നിന്ന് ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വാങ്ങും എണ്ണ, അത്രയേ ഉള്ളൂ. സൗദിക്കാണെങ്കിൽ ഇഷ്ടം പോലെ എണ്ണ ഉള്ളത് കൊണ്ട് അവർക്കത് ആവശ്യത്തിലെത്തി കൊടുക്കാം. UAEക്ക് ഇപ്പോൾ എണ്ണ കുറവാണ്. അതിപ്പോൾ കൂടുതൽ എണ്ണ കിട്ടാൻ വേണ്ടി അവർ കൂടുതൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പുതിയ എണ്ണ എടുക്കുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പം ഈ പൈസ തിരിച്ചു പിടിക്കാൻ ഇവർക്ക് മാർഗമില്ല. ഇതവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇത് ഒപ്പക്കിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും ഒപ്പക്കിൽ നിന്നും UAE പുറത്ത് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ സ്വതന്ത്രമായി ഞങ്ങൾ ഔര്യം പോലെ എണ്ണ വിൽക്കും, ഒപ്പക്കുന്ന സംഘടന ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഔര്യം പോലെ ഞങ്ങൾ നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ പലതര പ്രശ്നങ്ങൾ കൊണ്ടും ആഗോള വിപണിയിലെ ഈ ബിസിനസ് താല്പര്യങ്ങളുടെ ഏറ്റുമുട്ടലാണ് ഇപ്പോഴത്തെ ബാങ്കിങ് നിയന്ത്രണങ്ങളിലേക്ക് വഴിമാറിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അന്താരാഷ്ട്ര സാമ്പത്തിക ശീതയുദ്ധം ഗൾഫ് മേഖലയുള്ള ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളെയും ബിസിനസ്സുകളെയും വലിയ രീതിയിൽ ബാധിക്കാൻ തുടങ്ങിയത് നമ്മളാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ആർക്കെങ്കിലും അറിയാം ഗൾഫ് തകർന്നിട്ടുണ്ട്, തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പറയും പഴയ പോലെ വരുമാനമൊന്നുമില്ല, കച്ചവടമില്ല എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ ഈ പണി നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഒരു കമ്പനിയും സത്യം പുറത്ത് പറയുന്നില്ല. ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഏതെങ്കിലും മലയാളികൾ പൊട്ടിയെന്ന് കേട്ടാൽ അത് സൗദി UAE ഭീമന്മാരുടെ ഇടയിൽ എരിഞ്ഞമർന്ന് ഇവരുടെ കമ്പനി തകർന്നു പോയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സൗദിയിലും UAEയിലുമായിട്ട് ഒരേ സമയം ബിസിനസ് നടത്തുന്ന അനേകം മലയാളികൾ നമ്മൾക്കിടയിലുണ്ട്. അവിടെ എല്ലാം കമ്പനികൾ രണ്ട് രാജ്യത്തുമായിട്ട് പടർന്നു കിടക്കുകയാണ്. എന്നാൽ സൗദിയിൽ നിന്നും ദുബായിലെ ഓഫീസിലേക്ക് വരേണ്ട പണം ദിവസങ്ങളോളം സൗദി അവരുടെ ബാങ്കുകളിൽ പിടിച്ചു വെക്കുന്നത് കാരണം ഇതിവർക്ക് ദിവസവും ബിസിനസ് പ്രതിസന്ധികളായി ബാധിക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ വേണ്ടി പല ബിസിനസ്സുകാരും ഇപ്പോൾ ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ് വഴിയൊക്കെ പണം വഴിതിരിച്ച് ദുബായിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തകരാറെന്ന് വെച്ചാൽ ഈ പല ബാങ്കുകളും അറിയുന്നത് കാരണം ഇതിൽ വലിയ കുറവ് അനുഭവപ്പെടും. തന്നെയുമല്ല ഓരോ രാജ്യത്തെയും പണത്തിൻ്റെ മൂല്യമനുസരിച്ച് ഈ പണത്തിൽ വലിയ കുറവുണ്ടാകുന്നുണ്ട്. ഇത് അവർക്ക് ബിസിനസ്സിൽ വലിയ ലാഭനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ബിസിനസ് തകരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. മുതലാളി പോലും അറിയാതെ ഈ പൈസ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ ഇവർക്കത് ലാഭം ഉണ്ടാവില്ല. പല ബാങ്കുകളും അവരവരുടെ സർവീസ് ചാർജ് പിടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ലാഭം ഉണ്ടാവില്ല. സാധാരണക്കാരായ പ്രവാസികൾ ഇപ്പോൾ കേരളത്തിലേക്ക് അയക്കുന്ന പണത്തെ ഇത് ബാധിച്ചിട്ടില്ല. കാരണം അത് സൗദിയിലെ ദുബായിലേക്ക് ബാങ്കിൽ നേരിട്ട് അയക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഗൾഫ് വിപണിയെ ആശ്രയിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് കയറ്റുമതിക്കാരുണ്ട്, എക്സ്പോർട്ടിംഗ് ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അവർക്കിട്ടൊക്കെ പണി കിട്ടും. ഇതിൽ ചിലരൊക്കെ ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നാണ് അറിവ്. അതുകൊണ്ട് കയറ്റുമതിക്കാർ ഇനി ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. കൃത്യമായിട്ട് പൈസയൊക്കെ നേരിട്ട് വരാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കയറ്റുമതിക്ക് തയ്യാറാവുള്ളൂ. കറങ്ങിത്തിരിഞ്ഞാൽ കാശ് വരുന്നതെന്നുണ്ടെങ്കിൽ കിട്ടില്ല. ഇപ്പോൾ ദുബായിൽ ഓഫീസുള്ളവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അവരുടെ പൈസ വരുന്നത് സൗദി വഴിയാണെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നില്ല. ഈ കടം മേടിച്ചെടുത്തു നിന്നൊക്കെ പൈസ കൃത്യസമയത്ത് കൊടുക്കാതെ കച്ചവടം പൂട്ടിപ്പോകും, ലാഭം ഉണ്ടാവുകയില്ല, വൻതോതിൽ പണം നഷ്ടമാവുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ വിദേശ കമ്പനികളെല്ലാം അവരുടെ ഓഫീസ് സൗദിയിലേക്ക് മാറ്റുന്നത് കൊണ്ട് ദുബായിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള മേഖലകളിൽ വലിയ തൊഴിലാളികളുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഒരു തൊഴിലാളി അവരുടെ കമ്പനിയിലെ വളരെ മികച്ച ഒരു ആളായി മാറുന്നത്. അവരെല്ലാം ഇപ്പം സൗദിയിൽ പുതിയ ഓഫീസ് തുടങ്ങി കമ്പനികൾ അങ്ങോട്ട് മാറ്റുന്നത് കൊണ്ട് ദുബായിലെ ഓഫീസിൽ അവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പുതിയ ആൾക്കാരെ അവിടേക്ക് എടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ കുറേ സമയമെടുക്കും. അതുവരെയൊന്നും മര്യാദയ്ക്ക് ഓഫീസ് പോകണമെന്നില്ല. അതുകൊണ്ട് ദുബായിലെ ഓഫീസ് പൊട്ടിപ്പോകാൻ സാധ്യത വളരെയാണ്. ചുരുക്കത്തിൽ നമ്മളിപ്പോൾ പുറമേ കാണുന്ന സൗഹൃദമൊന്നും ഈ അറബ് രാഷ്ട്രങ്ങൾ തമ്മിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ നോക്കുന്നത് ഈ സൗദി അറേബ്യയും UAEയും കുവൈറ്റും ഖത്തറും എല്ലാം ഒറ്റ കൈയാണ്. അവരെല്ലാം കൂടെ ഇറാനെ ഇങ്ങനെ വെറുത്ത് മാറ്റി നിർത്തിയിരിക്കുക. അതൊന്നുമല്ല, ഇവന്മാർ തമ്മിലടിയാണ് പരസ്പരം. ഞാനാണ് വലുത്, ഞാനാണ് വലുതെന്ന് പറയുമാരെല്ലാം നടക്കുന്നത് കൊണ്ടാണ് ഈ ശത്രുക്കൾക്ക് അവിടെ കയറി കളിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേലും ഈ അമേരിക്കയും ഒക്കെ മിഡിൽ ഈസ്റ്റ് ഇത്രയധികം കളിക്കാൻ പറ്റുന്നത്. കാരണം ഏതെങ്കിലും ഒരു ശക്തനെ കൂട്ടുപിടിക്കാൻ വേണ്ടി ഇവർ ശ്രമം നടത്തുന്നുണ്ട്. അതിനെല്ലാം ഇപ്പം ഈ ഇറാൻ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. ഈ രാജ്യങ്ങൾക്കൊരു കൂട്ടായ്മയില്ല. ശക്തമായിട്ട് അമേരിക്കയെ എതിർക്കാനോ ഇസ്രായേലിനെ എതിർക്കാനോ അതല്ലെങ്കിൽ ഇറാനെ എതിർക്കാനോ അവർക്ക് കഴിയുന്നില്ല. അപ്പം അന്നേരം കാണുന്ന ആരാണ് അവരെ കയറി അപ്പാന്ന് വിളിക്കുക. ശക്തനാണെന്ന് തോന്നുന്നോ
അവനെ കയറി അപ്പാന്ന് വിളിക്കുക എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശക്തർ ഇറാനാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇറാൻ്റെ പുറകെ കൂടുക എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അമേരിക്ക പുറത്തായെങ്കിൽ അമേരിക്കയോട് പോകാമെന്ന് പറഞ്ഞ് കാണിച്ചുകൂടാ. അതേപോലെ ഇവർക്ക് ഈ കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാവിധ നാശങ്ങളും. പണ്ട് കാലം തൊട്ടേ ഇവർക്കില്ല. അവനവന് സൂഹിക്കണം. ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ ബാങ്കിങ് രംഗത്ത് സൗദി ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിൽ GCC രാജ്യങ്ങളുടെ കൂട്ടായ്മയെയും ഗൾഫിലെ ബിസിനസ് മേഖലയൊക്കെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.